തീരാപ്പകയുടെ കല്ലറ രാജധാനിയുടെ മധ്യത്തിലുള്ള ആ പഴയ മണിമാളികയ്ക്ക് താഴെ ഇന്നും ആളുകൾ നിശ്ശബ്ദമായി നിൽക്കാറുണ്ട്. അവിടെ ഒരിക്കൽ നടന്ന വിചിത്രമായ ഒരു വധശിക്ഷയുടെ കഥ കേൾക്കാനാണവർ വരുന്നത്. മരിച്ച ഒരാളെ വീണ്ടും വധിച്ച കഥ. വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണത്തിനെതിരെ വിപ്ലവം നയിച്ച സൈനികനായിരുന്നു അരവിന്ദൻ. രാജാവിനെ വീഴ്ത്തി ജനകീയ ഭരണം സ്ഥാപിച്ച അവൻ അധികകാലം ഭരിക്കും മുൻപേ ഒരു ശീതകാല രാത്രിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. വലിയ ആദരവോടെ അവനെ രാജധാനി പള്ളിയിൽ അടക്കം ചെയ്തു. പക്ഷേ കഥ മാറിയത് നാടുകടത്തപ്പെട്ട രാജകുമാരൻ ആര്യവർമ്മൻ സൈന്യവുമായി തിരിച്ചെത്തിയപ്പോഴാണ്. അധികാരം പിടിച്ചെടുത്ത അന്ന് രാത്രി അവൻ ഉത്തരവിട്ടു, എന്റെ പിതാവിനെ കൊന്നവന് കല്ലറയിലും ശാന്തി നൽകരുത്. മന്ത്രിമാർ ഭയത്തോടെ പറഞ്ഞു, പ്രഭോ, അരവിന്ദൻ മരിച്ചിട്ട് 2 വർഷമായി. രാജാവ് ക്രൂരമായി ചിരിച്ചു, മരണം ശിക്ഷയിൽ നിന്നുള്ള രക്ഷയല്ല. അടുത്ത ദിവസം ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി അരവിന്ദന്റെ കല്ലറ തുറന്നു. അഴുകിത്തുടങ്ങിയ ആ ശരീരം പുറത്തെടുത്ത് പരസ്യമായി തൂക്കിലേറ്റപ്പെട്ടു. ജീവനില്ലാത്ത ആ ശരീരത്തിന് മേൽ രാജാവ് തന്റെ പക തീർത്തു. ശിക്ഷ അവിടെയും തീർന്നില്ല. ഒരൊറ്റ വാൾമിന്നലിൽ ആ ശവത്തിന്റെ തല വെട്ടിമാറ്റി രാജധാനിക്ക് മുകളിൽ കുന്തതത്തിൽ തറച്ചുവെച്ചു. കാലം കടന്നുപോയി. മഴയും വെയിലും ആ തലയെ രൂപമില്ലാത്ത അസ്ഥിയാക്കി മാറ്റി. ഒടുവിൽ പ്രതികാരത്തേക്കാൾ വലുത് മാനുഷികതയാണെന്ന് വിശ്വസിച്ച ചിലർ രഹസ്യമായി ആ തല താഴെയിറക്കി. അവർ അത് ഒരു വിദ്യാലയത്തിന്റെ മുറ്റത്ത് അടയാളങ്ങളില്ലാത്ത ഒരു കുഴിയിൽ അടക്കം ചെയ്തു. ഇന്ന് ആ വിദ്യാലയത്തിൽ കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ ഒരു വലിയ വിപ്ലവത്തിന്റെ അവശേഷിപ്പും ഒരു രാജാവിന്റെ ഒടുങ്ങാത്ത പകയുടെ കഥയും നിശ്ശബ്ദമുറങ്ങുന്നു.